അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. നിസ്കാരങ്ങളിൽ നിർബന്ധമാക്കപ്പെട്ട ഒരു സൂറത്താണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മഹത്വങ്ങൾ എന്താണെന്ന് നോക്കാം. ഫാത്തിഹയുടെ നിരവധി പേരുകളിൽ ഒന്നാണ് ഷിഫ എന്നുള്ളത്. രോഗങ്ങൾക്ക് ഫാത്തിഹ ഫലപ്രദമായ സൂറത്താകുന്നു. ഫാത്തിഹത്തുൽ കിതാബ് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. നീ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ ഫാത്തിഹയും ഇഖ്ലാസും ഓതുക, എന്നാൽ മരണമല്ലാതെ എല്ലാത്തിൽ നിന്നും നീ സുരക്ഷിതനാണ് എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സുബിയുടെയും സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിൽ 41 ഫാത്തിഹ ഓതുന്നത് ഉദ്ദേശം പൂർത്തീകരണത്തിന് ഉത്തമമാണ്. ഫാത്തിഹ ഇഖ്ലാസ് ഓതുന്നത് സാമ്പത്തിക പ്രയാസം ഇല്ലാതാക്കും. ഇരുലോകത്തും വിജയത്തിന് ജുമാ നിസ്കാരത്തിന് ശേഷം സലാം വീട്ടിയ ഉടനെ 7 ഫാത്തിഹ, 7 ഇഖ്ലാസ്, 7 ഫലക്ക്, 7 നാസ് എന്നിങ്ങനെ ഓതുക. പനിയുള്ളവർക്ക് 40 ഫാത്തിഹ ഓതി മന്ത്രിച്ച വെള്ളം തളിക്കുക. രോഗിയുടെ മേൽ 41 തവണ ഓതുക ഫലപ്പെടും. മുറിവിൽ വെക്കുന്ന പഞ്ഞിയിൽ 7 തവണ ഓതുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് രോഗശമനം ഉണ്ടാകും. അതുപോലെ തന്നെ ഫാത്തിഹയുടെ മഹത്വത്തിനെ പറ്റി ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത വീഡിയോയിൽ കാണാം.